അടൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ മാസം 28, 29, 30 തീയതികളിൽ നടക്കുകയാണ്. കഴിഞ്ഞ 5 വർഷവും ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് ഫിലിം ഫെസ്റ്റിവൽ നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോവിഡായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും 3 ദിവസവും ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. ഇത്തവണ ഫെസ്റ്റിവലിനോടൊപ്പം ഷോർട്ട് ഫിലിം മത്സരം കൂടി സംഘടിപ്പിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 10 ഷോർട്ട് ഫിലിം ഈ ഫിലിം ഫെസ്റ്റിവലിനോടൊപ്പം പ്രദർശിപ്പിക്കുകയും ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമിന് അഭിനേതാക്കൾക്ക്, അതുപോലെ രചയിതാവ്, സംഗീതം, സംവിധായകർ അടക്കമുള്ളവർക്ക് അവാർഡും കൊടുക്കുന്നു. ഇന്ത്യൻ സിനിമയും അതുപോലെ തന്നെ ലോക സിനിമകളും പ്രാദേശിക സിനിമയുമാണ് 3 ദിവസം തുടർച്ചയായിട്ട് ആ ഫിലിം ഫെസ്റ്റിവൽ കാണിക്കുന്നത്. ലോക സിനിമയിൽ മലയാളം സബ്ടൈറ്റിലോടുകൂടിയാണ് പ്രദർശിപ്പിക്കുന്നത്. ഇതിൻ്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഫെസ്റ്റിവൽ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനും അതുപോലൊപ്പം തന്നെ കൺവീനർ സുരേഷ് ബാബുവും ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ഡോക്ടർ ബിജു ആണ് ഫിലിം ഡയറക്ടർ. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ കഴിഞ്ഞ 1 മാസക്കാലമായി ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രംഗത്ത് സജീവമായി നിൽക്കുകയാണ്. 28, 29 തീയതി പ്രമുഖരായിട്ടുള്ള സിനിമാ രംഗത്ത്, ചലച്ചിത്ര രംഗത്ത് ആയിട്ടുള്ള പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 29-ാം തീയതി ഓപ്പൺ ചർച്ച വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മികച്ച നിലയിലാണ് അടൂർ സ്മിത തിയേറ്ററിൽ വെച്ച് 3 ദിവസം ഇത് നടത്തുന്നത്. വൻ വിജയമാക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഏകദേശം എത്രത്തോളം സിനിമ സെലക്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഷോർട്ട് ഫിലിം 10 എണ്ണമാണ് മത്സരത്തിൽ ഉള്ളത്. കൂടാതെ പിന്നെ വിദേശ സിനിമകൾ 9, ലോക സിനിമ, ഇന്ത്യൻ സിനിമ 2 എണ്ണം, മലയാള സിനിമ 1. ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്.